ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ സെറ്റും വേണമായിരുന്നു, ഒരു ബൈനറി ഓപ്പറേഷനും വേണമായിരുന്നു. ഇവിടെ എടുക്കുന്ന സെറ്റ് നമ്മൾ നോൺ എംപ്റ്റി ആണെന്ന് പറയണം എന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് നോൺ എംപ്റ്റി പറയുമെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് പറയുന്ന സമയത്ത് നോൺ എംപ്റ്റി എന്ന് മെൻഷൻ ചെയ്യണമെന്നില്ല. കാരണം ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ഗ്രൂപ്പിൽ മിനിമം ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തു. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ ആണ്. ഓൾജിബ്രൈക് സ്ട്രക്ചറിനെ നമ്മൾ പേര് വിളിക്കാറുണ്ട്, കോൾഡ് ആസ് കോസി ഗ്രൂപ്പ്. അങ്ങനെ ഒരു കോസി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ എടുത്തു. ആ ഓൾജിബ്രൈക് സ്ട്രക്ചറിൽ സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ ചില ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഗിവൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് കയ്യിലുണ്ട് എന്ന് എഴുതാം. ഒരു ഗ്രൂപ്പ് നമുക്ക് ഗിവൺ ആണെങ്കിൽ ഒരു സെറ്റ് ഉണ്ടായിരിക്കും. ആ സെറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചറും ആ ഓൾജിബ്രൈക് സ്ട്രക്ചർ ഗ്രൂപ്പിന്റെ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ കയ്യിൽ അത്തരത്തിലൊരു ഗ്രൂപ്പ് സ്ട്രക്ചർ ഉണ്ട്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. ഇഫ് വി കൺസിഡർ എ സബ്സെറ്റ് എച്ച് ഓഫ് ജി, നമുക്ക് എച്ച് എന്നുള്ള ഒരു സബ്സെറ്റ് തന്നു, ജിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെ ഒരു സബ്സെറ്റ് തന്നാൽ സ്റ്റാർ എന്നുള്ളത് ജി ഓൺ ജി, ദാറ്റ് മീൻസ് സ്റ്റാർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം ജി ക്രോസ് ജി ടു ജി. ജി ക്രോസ് ജി എന്ന് ജിയിലേക്കുള്ളതാണ്. എച്ച് ജിയുടെ സബ്സെറ്റ് ആണ്. എച്ച് ജിയുടെ സബ്സെറ്റ് ആണെങ്കിൽ സ്റ്റാർ ജി ക്രോസ് ജിയിൽ ആരിലും ഉണ്ടാവും. എച്ച് ക്രോസ് എച്ചിൽ ജി ക്രോസ് ജിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. Therefore, H cross H is subset of G cross G. Therefore, we can restrict the binary operation star to the subset H. നമ്മൾ അങ്ങനെ സ്റ്റാർ ഉള്ള ബൈനറി ഓപ്പറേഷനെ ഗിവൺ സബ്സെറ്റ് ആയിട്ടുള്ള എച്ചിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു എന്ന് കരുതാം. ഇഫ് വി റെസ്ട്രിക്ട് ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ടു എച്ച്, അങ്ങനെ സ്റ്റാറിനെ നമ്മൾ ഓപ്പറേഷൻ ആയിട്ട് എച്ചിലേക്ക് റെസ്ട്രിക്ട് ചെയ്താൽ വി ഹാവ് ഫസ്റ്റ് കണ്ടീഷൻ, സ്റ്റാർ മസ്റ്റ് ബി അസോസിയേറ്റീവ്. നമ്മൾ കഴിഞ്ഞ ഏതൊരു പാരന്റ് സെറ്റിനും ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി അതേപോലെ തന്നെ ആർക്ക് എന്താ പറയാ വരും, അതിന്റെ സബ്സെറ്റുകൾക്ക് ഹോൾഡ് ചെയ്യും. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആയിരുന്നു അസോസിയേറ്റിവിറ്റി. അപ്പോൾ ഒരു സെറ്റ് തന്നു, ആ സെറ്റിലേക്ക് നമ്മൾ ഒരു ബൈനറി ഓപ്പറേഷനെ റെസ്ട്രിക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ മസ്റ്റ് ബി അസോസിയേറ്റീവ് ആയിരിക്കും. ഇനി നമുക്കൊരു ഗ്രൂപ്പിന്റെ ആക്സിയംസ് ചെക്ക് ചെയ്യേണ്ടത്. ഗ്രൂപ്പിന് ഇനി വരുന്ന ആക്സിയംസ് സ്റ്റാർ ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ, ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഹാസ് ആൻ ഐഡന്റിറ്റി ഇൻ എച്ച്. ജിയിൽ ഐഡന്റിറ്റി ഉണ്ട്, ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ ബൈനറി ഓപ്പറേഷൻ എച്ചിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എച്ചിൽ ഐഡന്റിറ്റി ഉണ്ടോ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് സ്റ്റാർ ഹാസ് ഇൻവേഴ്സ് ഇൻ എച്ച്. വിത്ത് റെസ്പെക്ട് ടു സ്റ്റാറിന് എച്ചിൽ ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഗ്രൂപ്പ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അസോസിയേറ്റീവ് ആണെന്ന് നമുക്കറിയാം, ഏതൊരു പാരന്റ് സെറ്റിൽ തന്ന പ്രോപ്പർട്ടി. അതേപോലെ പാരന്റ് പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റിവിറ്റി. പാരന്റ് സെറ്റിന് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ ഹോൾഡ് ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസ്ഡ് ആണോ, സ്റ്റാറിന് എച്ചിൽ ഇൻവേഴ്സ് ഉണ്ടോ, സ്റ്റാറിൽ എച്ചിൽ ഐഡന്റിറ്റി. അത്തരത്തിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഈ എച്ച് എന്നുള്ള സബ്സെറ്റിൽ സ്റ്റാർ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എച്ചിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് ഒരു ഗ്രൂപ്പ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. ഇഫ് എ സബ്സെറ്റ് എച്ച് ഓഫ് ജി where G is a group under a binary operation, and if the subset H is a group under the same binary operation, it is a subgroup of the group G, and it is denoted by H subgroup of G less than or equal to എന്നുള്ള notation ആണ് ഉപയോഗിക്കുന്നത്.
നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ഒരു ഗ്രൂപ്പ് തന്നാൽ ആ ഗ്രൂപ്പിന്റെ സബ്സെറ്റ് അതേ ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആവുന്ന രൂപത്തിൽ നമുക്ക് സബ്സെറ്റുകൾ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്നുള്ളൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം സെറ്റുകളെയാണ് നമ്മൾ അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ട് സബ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാരന്റ് സെറ്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് പല പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ സബ് ഗ്രൂപ്പ് സ്ട്രക്ചറിന് നമുക്ക് പ്രോപ്പർട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത് ഒരു ഗിവൺ ഗ്രൂപ്പ് തന്നാൽ അതിന്റെ സബ്സെറ്റ് ഗ്രൂപ്പ് ആണോ അണ്ടർ ദ സെയിം ഓപ്പറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എറേസ് ചെയ്തു. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ചെക്ക് ചെയ്തിട്ട് അയാൾ ഗ്രൂപ്പ് ആണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് സബ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി തിയറീസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ആണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്തതാണ്. ഇഫ് എ സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി, ഒരു ഗ്രൂപ്പ് തന്നു, ആ ഗ്രൂപ്പിന്റെ സബ്സെറ്റ് ആണ് എച്ച്, ഈസ് ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി. ജിയുള്ള ബൈനറി ഓപ്പറേഷൻ ആരാണോ അതേ ബൈനറി ഓപ്പറേഷനിൽ എച്ച് ക്ലോസ്ഡ് ആണ്. അതായത് സ്റ്റാർ ഫ്രം എച്ച് ക്രോസ് എച്ച് ടു ആയിരിക്കണം. ആൻഡ് ഈഫ് എച്ച് വിത്ത് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ, എച്ചിനെ നമ്മൾ സ്റ്റാറിനെ നമ്മൾ എച്ചിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അത്തരം ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ. അങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഫ്രം ജി ഈസ് ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് എച്ച് കൺസിഡർ ചെയ്യുക അണ്ടർ ദ സെയിം ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ, ജിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെയിം കൺസിഡർ ചെയ്യുക, ഈസ് എ ഗ്രൂപ്പ്, then H is called a subgroup of G. അപ്പോൾ ഒരു പാരന്റ് സെറ്റിന്റെ സബ്സെറ്റ് ബൈനറി ഓപ്പറേഷൻ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതേ ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഡിനോട്ടഡ് ബൈ H ലെസ് ദാൻ ഓർ ഈക്വൽ ടു G. H സബ് ഗ്രൂപ്പ് ഓഫ് G ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഞാൻ റീഡ് ചെയ്തതാണ്. H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. H ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യാം. നോട്ട് ഈക്വൽ ടു ജി, അതായത് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്, എച്ച് നോട്ട് ഈക്വൽ ടു ജി ആണ്. ദെൻ വി ഡിനോട്ട് ബൈ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ അത്തരം കേസസിൽ ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സബ് ഗ്രൂപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതിന്റെ നൊട്ടേഷൻസും ആണ് നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞത്. ജസ്റ്റ് രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് സബ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും മറ്റൊക്കെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത് കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഗ്രൂപ്പ് Z അണ്ടർ അഡീഷൻ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ ഗ്രൂപ്പ് Q അണ്ടർ അഡീഷൻ. സെറ്റ് ഓഫ് റാഷണൽസ് അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. Qയുടെ സബ്സെറ്റ് ആണ് Z. പ്ലസ് എന്നുള്ള ഓപ്പറേഷനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് സെഡിലേക്ക് റെസ്ട്രിക്ട് ചെയ്യെങ്കിൽ Z അണ്ടർ പ്ലസ് ഗ്രൂപ്പ് ആയിരിക്കും. അതുകൊണ്ട് Z പ്ലസ് സബ് ഗ്രൂപ്പ് ഓഫ് Q പ്ലസ്. ഓൾസോ ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് അണ്ടർ അഡീഷൻ ഈസ് സബ് ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽസ് അണ്ടർ അഡീഷൻ. ഇവിടെ നമ്മൾ റിയലിലുള്ള ഓപ്പറേഷൻ ആയിട്ടുള്ള പ്ലസ് എന്നുള്ളത് യൂഷ്വൽ അഡീഷനെ നമ്മൾ അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള Qയിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. മറ്റൊരു എക്സാമ്പിൾ, the set of all even integers, it is denoted by 2z. 2z under addition is a subgroup of z under addition. Z എടുക്കുക, അണ്ടർ അഡീഷനിൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും, അണ്ടർ അഡീഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. അതിന്റെ ഒരു സബ് ആണ് സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റീജേഴ്സ്. ഈവൻ ഇൻറ്റീജേഴ്സും അണ്ടർ അഡീഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യും. therefore this will be a subgroup of this set. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആണ് ഒബ്സർവ് ചെയ്തത്. ഇനി നമ്മൾ സാധാരണ നമുക്ക് പലപ്പോഴും കൗണ്ടർ എക്സാമ്പിൾസ് ആണ് ആവശ്യം വരിക. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കൗണ്ടർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ അണ്ടർ അഡീഷൻ. ഇവിടെ നമ്മൾ എടുത്തത് സെറ്റ് ഓഫ് ഓൾ മൈനസ് സെറ്റ് സീറോ, ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് നോൺ സീറോ റാഷണൽസ് അണ്ടർ. ആദ്യം എടുത്ത സ്ട്രക്ചർ റിയൽസ് അണ്ടർ അഡീഷൻ ആയിരുന്നു. മറ്റേ സ്ട്രക്ചർ Q സെറ്റ് ഓഫ്
non-zero rationals under multiplication. ഈ സെറ്റ് ഇതിന്റെ സബ് ഗ്രൂപ്പ് അല്ല. ഇവിടെ സബ് ഗ്രൂപ്പ് കാരണം ഇവിടെയുള്ള ബൈനറി ഓപ്പറേഷന് ഈ സെറ്റ് ക്യൂ സ്റ്റാർ സബ്സെറ്റ് ഓഫ് ആർ ആണ്. ക്യൂ സ്റ്റാർ സബ് ആണ്. പക്ഷേ റിയലിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷനെ അല്ല നമ്മൾ ക്യൂ സ്റ്റാറിലേക്ക് റെസ്ട്രിക്ട് ചെയ്തത്. ഇവിടെ വേറൊരു ബൈനറി ഓപ്പറേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്, ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ക്യൂ സ്റ്റാർ സബ്സെറ്റ് ഓഫ് ആർ ആണ്, പക്ഷേ വേറൊരു ഓപ്പറേഷൻ ഗ്രൂപ്പ് അല്ല. അതുകൊണ്ട് അതിന് സബ് ഗ്രൂപ്പ് എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് സബ് ഗ്രൂപ്പ് അല്ല എന്ന് എന്തായാലും പറയാം. ഒന്നും ചെയ്യാൻ, കാരണം നമ്മൾ ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഇങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്തതല്ല. പക്ഷെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത ഈ ഒരു എക്സാമ്പിൾ ചെയ്യാനുള്ള കാരണം നമ്മൾ എടുത്ത രണ്ട് സെറ്റുകൾ നോക്കുക, ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷനും ആർ അണ്ടർ അഡീഷൻ. സെറ്റ് ഓഫ് റിയൽസ് അണ്ടർ അഡീഷൻ ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ്. ഈ ഒരു സ്ട്രക്ചർ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതേപോലെ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റാഷണൽസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ നോൺ സീറോ റാഷണൽസ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആണ്. ഐഡന്റിറ്റി ആയിട്ട് എടുത്താൽ പി ബൈ ക്യൂ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ക്യൂ പി എടുക്കുന്ന സമയത്ത് അതിന്റെ ഇൻവേഴ്സ് കിട്ടും. ആ ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷനും ഒരു ഗ്രൂപ്പ്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സുകൾ എടുത്തു. ബൈനറി ഓപ്പറേഷൻ റെസ്ട്രിക്ട് ചെയ്യാത്ത സമയത്ത്, അതായത് അണ്ടർ അഡീഷനിൽ ഇയാളൊരു ഗ്രൂപ്പാണ്, നമ്മൾ ആണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പാണെന്ന് പറയാം, ഇത് ഇതിന്റെ ഗ്രൂപ്പാണ്. പക്ഷെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ചെയ്യാതെ വ്യത്യസ്ത ബൈനറി ഓപ്പറേഷനുകളിൽ വ്യത്യസ്ത സ്ട്രക്ചറുകൾ ഗ്രൂപ്പുകൾ ഫോം ചെയ്താൽ അതിൽ എന്ന് കരുതിയിട്ട് അത് പരസ്പരം സബ്ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റൂല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓപ്പറേഷനായിട്ടുള്ള പാരന്റ് സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷനെ സെറ്റിലേക്ക് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തത് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് z പ്ലസ് അണ്ടർ അഡീഷൻ ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് ഓഫ് z അണ്ടർ അഡീഷൻ. z അണ്ടർ അഡീഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യും, അസോസിയേറ്റീവ് ആണ്, അഡീഷൻ ഐഡന്റിറ്റി ആയിട്ട് 0 ഫോം ചെയ്യും, ഇൻവേഴ്സ് ആയിട്ട് ഒരു ഇൻഡിജർ എടുത്താൽ മൈനസ് എ ട്രീറ്റ് ചെയ്താൽ എ പ്ലസ് 0 കിട്ടും. therefore മൈനസ് എ ഇസ് ഇൻവേഴ്സ് ഓഫ് എ. പക്ഷേ z പ്ലസ് അണ്ടർ അഡീഷൻ എന്തല്ല, ഗ്രൂപ്പ് അല്ല. കാരണം z പ്ലസ് അണ്ടർ അഡീഷനിൽ ഐഡന്റിറ്റി ആയിട്ടുള്ള 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് ഓഫ് z അണ്ടർ അഡീഷൻ. ഇവിടെ നമ്മൾ പാരന്റ് സെറ്റിലെ പ്ലസ് എന്നുള്ള ഓപ്പറേഷനെ അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള z പ്ലസ് ചെയ്തു അല്ല, അതായത് ഗ്രൂപ്പിന്റെ ഡെഫിനിഷന് ഹോൾഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ എടുത്ത എക്സാമ്പിൾ ട്രീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഡിഫറെന്റ് ബൈനറി ഓപ്പറേഷൻസിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ആണെന്ന് കരുതിയിട്ട് സബ്സെറ്റ് റിലേഷൻ ഹോൾഡ് ചെയ്ത് എന്ന് കരുതിയിട്ട് സബ് ഗ്രൂപ്പ് റിലേഷൻ പറയാൻ പറ്റൂല. കാരണം പാരന്റ് സെറ്റിലെ ബൈനറി ഓപ്പറേഷൻ അതിന്റെ സബ്സെറ്റ് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തത് ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് ഓഫ് അഡീഷൻ ബട്ട് ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് ആൻഡ് ആർ അണ്ടർ അഡീഷൻ ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് അതിന്റെ സബ് ഗ്രൂപ്പ് പ്രോപ്പർട്ടി ഗ്രൂപ്പിന്റെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ എക്സാമ്പിളിലൂടെ ഒബ്സർവ് ചെയ്തു. എല്ലാ കേസിലും എല്ലാ സെറ്റുകളും സബ് ഗ്രൂപ്പ് ഫോം ചെയ്യണം എന്നില്ല എന്നുള്ളതും ഈ ഒരു എക്സാമ്പിൾസിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു സബ് ഗ്രൂപ്പ് റിലേഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു. അത്തരത്തിലൊരു സബ്സെറ്റ് തന്നാൽ അയാൾ സബ് ഗ്രൂപ്പ് ആകുമോ, അതേപോലെ സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം, എന്തൊക്കെ തരത്തിലുള്ള സബ് ഗ്രൂപ്പ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള പ്രിലിമിനറി ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിസൾട്ട്സ് 1. എനി ഗ്രൂപ്പ് ജി ഹാസ് 2 സബ് ഗ്രൂപ്പ്. നമുക്ക് ജി ഉള്ള ഒരു ഗ്രൂപ്പ് തന്നാൽ ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിന് 2 സബ് ഗ്രൂപ്പ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഫോർ എനി ഗ്രൂപ്പ് the existence of subgroup is guaranteed by this result, and first one is H equal to G, which is called improper subgroup.
അതായത് എച്ച് ജി തന്നെ എടുക്കുക. ദാറ്റ് മീൻസ് ഏതൊരു ഗ്രൂപ്പും അതിന്റെ തന്നെ ഗ്രൂപ്പാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഗ്രൂപ്പ് ജി. ആൻഡ് നെക്സ്റ്റ് വൺ എച്ച് ഈക്വൽ ടു സെറ്റ് ഇ. ഐഡന്റിറ്റി എലമെന്റ് മാത്രം ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ അസോസിയേറ്റീവ് ആണ് ഒരാൾ മാത്രമേ ഉള്ളൂ, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐഡന്റിറ്റിയുടെ ഇൻവേഴ്സ് ഐഡന്റിറ്റിന്, therefore this is a subgroup of a given group and it is called trivial subgroup of G. അപ്പോൾ ഏതൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഒന്ന് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് തന്നെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തത് ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആയിട്ട് പറയുന്ന ഐഡന്റിറ്റി സബ് ഗ്രൂപ്പ്. ഓൾ അതർ സബ് ഗ്രൂപ്പ്സ് ആർ കോൾഡ് നോൺ ട്രിവിയൽ. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത് ഏതൊരു ഗ്രൂപ്പാലും ആ ഗ്രൂപ്പിന് സബ് ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഈ ഒരു റിസൾട്ട് രണ്ട് സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യും. ഒന്ന് പ്രോപ്പർ സബ് ഗ്രൂപ്പ്, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയിട്ട് സെയിം ഗ്രൂപ്പ് തന്നെ. രണ്ടാമത്തത് ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആയിട്ട് ഐഡന്റിറ്റി സബ്ഗ്രൂപ്പെടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ദ റിലേഷൻ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ്. അതായത് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തു, ആ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഓഫ് മറ്റൊരു ഗ്രൂപ്പാണ് എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ വി ആർ ഗിവൺ എ ഗ്രൂപ്പ്, അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എച്ച് തന്നു, എച്ചിന്റെ വേറൊരു സബ് ഗ്രൂപ്പ് കെ തന്നു. അങ്ങനെയാണെങ്കിൽ ഈ കെ എന്നുള്ളത് ജി സബ് ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദാറ്റ് മീൻസ് ദ റിലേഷൻ സബ് ഗ്രൂപ്പ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റിസൾട്ട്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റിസൾട്ട്സുകൾ, ഒരു സബ്സെറ്റ് തന്നു, അയാൾ സബ് ഗ്രൂപ്പ് ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സബ് ഗ്രൂപ്പ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതേപോലെ വൺ സ്റ്റെപ്പ് ടെസ്റ്റ് ഫോർ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ടെസ്റ്റ് പറയുന്നത്, ലെറ്റ് ജി ബി ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് തന്നു, ആൻഡ് എച്ച് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ജി. എച്ച് എന്നുള്ളത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ജി ആണ്. ദെൻ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻറ്റു ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. എ ബി ഇൻവേഴ്സ് എച്ചിലുണ്ട് whenever എ ആൻഡ് ബി ആർ ഇൻ എച്ച്. ടെസ്റ്റ് പറയുന്നത് എയും ബിയും എച്ചിൽ എടുക്കുകയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് എച്ചിലുണ്ടെങ്കിൽ എച്ച് ജിയുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള റിസൾട്ട് പറയുന്നത്. നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും നോക്കണ്ട, ഈ ഒറ്റ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ നോൺ എംപ്റ്റി ആണോ എ ബി ഇൻവേഴ്സ് നോക്കിയാൽ മതി. എ ബി ഇൻവേഴ്സ് എന്നുള്ളത് നമ്മൾ സ്റ്റാർ ആണ് അതിന്റെ ഇടയിൽ ഡിനോട്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് രൂപത്തിൽ എഴുതുന്ന നമ്മൾ എ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയും. അഡീറ്റീവ് നോഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എ മൈനസ് ബി എന്ന് പറയും. അഡീറ്റീവ് നോഷൻ we write a into b inverse as a minus b. a into b inverse means a minus b. ഇനി അടുത്തൊരു ടെസ്റ്റ് പറയുന്നുണ്ട്, ഇതേ ടെസ്റ്റ് തന്നെയാണ്, അത് രണ്ട് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ടു സ്റ്റെപ്പ് ടെസ്റ്റ് ഫോർ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റ് വായിക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ജി. ജി ഗ്രൂപ്പ് തന്നു, അതിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ച്. Then H is a subgroup of G. H subgroup ആവാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. A into B belongs to H for all A, B belongs to H. A into B Hൽ ഉണ്ടായിരിക്കണം, ഏത് എയും ബിയും Hൽ എടുക്കണം. That means closed under the operation. ഏതാണോ given binary operation, binary operationൽ H closed ആവണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് A inverse belongs to H whenever A belongs to H. That means close under taking inverse. ജിയിൽ എന്തായാലും ഇൻവേഴ്സ് ഉണ്ടാവും എന്ന് പറയാം. എ എച്ചിൽ ഉണ്ടെങ്കിൽ എ ജിയിലുണ്ട്, therefore ജിയിൽ ഇൻവേഴ്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇൻവേഴ്സ് എച്ച് തന്നെ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് അണ്ടർ ടേക്കിംഗ് ഇൻവേഴ്സ് ഇൻ എച്ച്. എച്ചിൽ ക്ലോസ്ഡ് ആണ്, ഇൻവേഴ്സിൽ അതേപോലെ ബൈനറി ഓപ്പറേഷൻ എച്ചിൽ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പറയും. അപ്പോൾ എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആവാനുള്ള രണ്ട് ടെസ്റ്റുകളാണ് പറഞ്ഞത്. രണ്ടാമത്തെ
2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. ഒന്നാമത്തെ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പും പറയുന്നത്. ജസ്റ്റ് 2 സ്റ്റെപ്പായിട്ട് ഫോം ദ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം, അതേപോലെ ക്ലോസ്ഡ് അണ്ടർ ടേക്കിംഗ് ഇൻവേഴ്സും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു സബ് ഗ്രൂപ്പ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഗ്രൂപ്പ് തന്നാൽ അതിൻ്റെ സബ്സെറ്റ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ വന്ന് അത് സെയിം ആക്സിയംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേ ബൈനറി ഓപ്പറേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിന് വേണ്ട എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്തരം സ്ട്രക്ചറുകളെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ആ സബ് ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസ് ആണ് ഫസ്റ്റ് റിസൾട്ടിൽ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പും അതേപോലെ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പും റിയൽ സബ് ഗ്രൂപ്പും എന്നുള്ള പേരിൽ ഡിസ്കസ് ചെയ്തത്. പിന്നീട് അത് ട്രാൻസിറ്റീവ് ആണെന്നുള്ള ഒരു റിലേഷൻ ഒബ്സർവ് ചെയ്തു. നമ്മൾ സബ് ഗ്രൂപ്പ് എന്നുള്ള റിലേഷൻ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഏതൊരു സബ്സെറ്റ് തന്നാലും അത് സബ് ഗ്രൂപ്പ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്, സബ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഇത്രയും കോൺസെപ്റ്റുകളാണ് നമുക്ക് സബ് ഗ്രൂപ്പുമായിട്ട് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി സബ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് റിസൾട്ടുകളും ഒരുപാട് കോൺസെപ്റ്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു സബ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻസും ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഏതൊരു ഗ്രൂപ്പ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പലതരത്തിലുള്ള സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യും. ചില പേരുകൾ നമ്മൾ പറയാം. എബിലിയൻ സബ് ഗ്രൂപ്പ്, സൈക്ലിക് സബ് ഗ്രൂപ്പ്, നോർമൽ സബ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പലതരത്തിലുള്ള സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സിസ്റ്റൻസ് ഓരോന്നിനും അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് ആ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബിലിയൻ സബ് ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. എബിലിയൻ സബ് ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ് ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി. ഒരു ഗ്രൂപ്പ് തന്നു, ആ ഗ്രൂപ്പ് സ്റ്റാർ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ കൺസിഡർ ചെയ്തു. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ് ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷനെ നമ്മൾ വിളിക്കും കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. നമുക്കറിയാവുന്ന കോൺസെപ്റ്റുകൾ തന്നെയാണ്. കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് വിളിക്കും. അങ്ങനെ നമുക്കൊരു പറ. ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ ഗ്രൂപ്പ് തന്നാൽ ആ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്നുള്ള ആക്സിയം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ആക്സിയംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം. നമ്മൾ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കും. അങ്ങനെ നമുക്കൊരു ഗിവൺ ഗ്രൂപ്പ് തന്നാൽ ഏതൊരു എല്ലായ്പ്പോഴും ഈ ഒരു ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല. അതായത് നമുക്ക് ഏതെങ്കിലും ജി കോമ സ്റ്റാർ എന്നുള്ളൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ആ ഗ്രൂപ്പ് എ സ്റ്റാർ ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി ആണ്. എല്ലാ ഗ്രൂപ്പിനും ഈ ഒരു ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അപ്പൊ ഇല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടോ ഉള്ള ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു ആക്സിയം ഡിഫൈൻ ചെയ്തു, ഈ ഒരു ആക്സിയത്തിന് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ, സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾക്കാർ. പക്ഷെ എല്ലാ ഗ്രൂപ്പുകളും ഈ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ആക്സിയത്തിന് ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ ഈ ഒരു ആക്സിയത്തിന് ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം, നമുക്ക് ഗിവൺ ആയിട്ടുള്ള പല ഗ്രൂപ്പ്സുകൾ എക്സിസ്റ്റ് ചെയ്യണം. ചില ഗ്രൂപ്പ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ഈ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത്തരത്തിൽ 2 എക്സാമ്പിൾ, ഒന്ന് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഒന്ന് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യാത്തതും കിട്ടിയാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് ബൈനറി ഓപ്പറേഷൻ ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ള ആക്സിയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് സെറ്റ് ഓഫ് ഓൾ n by n നോൺ സിംഗുലർ മാട്രിസസ് എടുക്കുക. സെറ്റ് ഓഫ് ഓൾ n by n നോൺ സിംഗുലർ മാട്രിസസ്.
ഈ മാട്രിക്സിൽ നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു മാട്രിക്സിൽ നോൺ സിംഗുലർ മാട്രിക്സ് ആണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. എ ബി സി എന്നുള്ളത് എ ബി സി. അതേപോലെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്നുള്ളത് നോക്കാൻ രണ്ട് മാട്രിക്സ് വീണ്ടും നോൺ സിംഗുലർ മാട്രിക്സ് തന്നെ കിട്ടും. രണ്ട് നോൺ സിംഗുലർ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എയും ബിയും നോൺ സിംഗുലർ ആണെങ്കിൽ എ ബി നോൺ സിംഗുലർ ആയിരിക്കും. കാരണം ഡിറ്റ് ഓഫ് എ ബിനെ നമുക്ക് ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി എഴുതാം. എ നോൺ സിംഗുലർ ആയതുകൊണ്ട് ഡിറ്റ് എ നോൺ സീറോ ആയിരിക്കും. ബി നോൺ സിംഗുലർ ആയതുകൊണ്ട് ഡിറ്റ് ബി നോൺ സീറോ ആയിരിക്കും. therefore ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ഇസ് നോൺ സീറോ. ഡിറ്റ് ഓഫ് എ ബി ഇസ് നോൺ സീറോ. therefore നോൺ സിംഗുലർ മാട്രിക്സസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആണ്. ഐഡന്റിറ്റി ആയിട്ട് ഐ ഇൻ ബൈ ഇൻ എന്നുള്ള ഐഡന്റിറ്റി മാട്രിക്സ് എടുത്താൽ മതി. ഡയഗണൽ എലമെന്റ്സ് 1 വരുന്ന ബാക്കിയുള്ള സ്ഥലത്ത് 0 വരുന്ന മാട്രിക്സ് എടുക്കുന്ന സ്ഥലത്ത് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻവേഴ്സ് എ എന്നുള്ളത് ഡിഫൈൻ ചെയ്താൽ സിംഗുലർ മാട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കാണാം. therefore this matrix under multiplication a group and here a into b not equal to b into a in general. that means ഈ ഗ്രൂപ്പിൽ ഏത് രണ്ട് സെറ്റ് കൺസിഡർ ചെയ്താലും എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം അല്ല. therefore there exist some groups. ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്ക് there exist some groups എന്ന് പറയാം. such that commutative axiom does not holds. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് ഗ്രൂപ്പ്സ് നമുക്ക് ഫോം ചെയ്യും. ഇനി എല്ലാ ഗ്രൂപ്പിനും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനും കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും ക്ലാസിഫിക്കേഷൻ ഇല്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് നമുക്ക് കൊടുക്കണം. അതിന് നമുക്ക് സെറ്റ് ഓഫ് ഓൾ സെഡ് അണ്ടർ അഡീഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെഡ് അണ്ടർ അഡീഷന് ഗ്രൂപ്പ് ഫോം ചെയ്യും. അസോസിയേറ്റീവ് ആണ്. ഐഡന്റിറ്റി ആയിട്ട് 0 ആക്ട് ചെയ്യും. ഇൻവേഴ്സ് ആയിട്ട് മൈനസ് ഓഫ് എ ആക്ട് ചെയ്യും. എക്ക് ഇൻവേഴ്സ് ആയിട്ട് മൈനസ് ഓഫ് എ ആക്ട് ചെയ്യും. ആൻഡ് ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു സെഡ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം ആണെന്ന് പറയാം. therefore there exists such that the commutative axiom holds and there exists some groups such that the commutative axiom does not holds. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യാത്ത ഗ്രൂപ്പ്സ് ഉണ്ട്. ആൻഡ് വി ക്ലാസിഫൈ ഇറ്റ് ആസ് ഫസ്റ്റ് വൺ ഈസ് അബിലിയൻ ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ അബിലിയൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെ നമ്മൾ അബിലിയൻ ഗ്രൂപ്പ് എന്നും, ഒരു ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യില്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെ നമ്മൾ നോൺ അബിലിയൻ ഗ്രൂപ്പ് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത് ഒരു ഗ്രൂപ്പിന് ഒരു പുതിയ ആക്സിയം ആ ആക്സിയത്തിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അബിലിയൻ ഗ്രൂപ്പ്, നോൺ അബിലിയൻ ഗ്രൂപ്പ് എന്ന രൂപത്തിൽ രണ്ട് സെറ്റ് ഓഫ് ഗ്രൂപ്പുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആൻഡ് വി ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സബ് ഗ്രൂപ്പ്. നമ്മൾ ഗ്രൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു. അതിനെ അസോസിയേറ്റ് ആയിട്ട് സബ് ഗ്രൂപ്പ് എന്നുള്ള കോൺസെപ്റ്റും ഡിഫൈൻ ചെയ്തു. നമ്മളൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ജി കോമ അണ്ടർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്നുള്ളതിന് ജസ്റ്റ് ഡോട്ട് എന്ന് വിളിക്കാം. ജി അണ്ടർ സ്റ്റാറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഡോട്ട് എന്ന് വിളിക്കുന്നുണ്ട്. ജി കോമ സ്റ്റാർ ബി എ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നമുക്ക് സ്റ്റാർ, അതായത് നമ്മുടെ ഗിവൺ ഡോട്ട് എന്നുള്ള ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റ് കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യാതിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെ ഫിക്സ് ബിലോങ്സ് ടു ജി. ആ ആളുടെ പ്രത്യേകത നമ്മൾ ഡിഫൈൻ ചെയ്ത ആക്സിയം ഈ എലമെന്റിന് ഹോൾഡ് ചെയ്യണം. അതായത് ഈ എലമെന്റ് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളായിട്ടും എന്ത് ചെയ്യണം? കമ്മ്യൂട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എക്സ് എ ഈക്വൽ ടു എ എക്സ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. നമ്മളെടുത്തത്
ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു. ആ എലമെന്റിന്റെ പ്രോപ്പർട്ടി, ആ എലമെന്റിന്റെ പ്രത്യേകത, ആ എലമെന്റ് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള പുതുതായിട്ടുള്ള ആക്സിയം ഹോൾഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ആ എലമെന്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനായിട്ടും കമ്മ്യൂട്ട് ചെയ്യണം. എക്സ് എ ഈക്വൽ ടു എ എക്സ് ആയിരിക്കണം ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. അത്തരത്തിൽ ജിയിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ആ എലമെന്റ് എല്ലാവരും കമ്മ്യൂട്ട് ചെയ്യാം. അത്തരത്തിലുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ സെറ്റ് ഒന്നിക്കലോ ജി ആയിരിക്കാം, അല്ലെങ്കിൽ ജിയുടെ സബ്സെറ്റ് ആയിരിക്കാം. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റ് ജി ആയിരിക്കാം, ജിയുടെ സബ്സെറ്റ് ആയിരിക്കാം. ജി ആ എലമെന്റ് എല്ലാ ആൾക്കാരായിട്ടും കമ്മ്യൂട്ട് ചെയ്യണം. അത്തരത്തിലുള്ള എല്ലാ എലമെന്റ്സും വരണം. ദാറ്റ് മീൻസ് എല്ലാവരും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യണം. എല്ലാവരും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഗിവൺ ഗ്രൂപ്പ് ജി തന്നെ, ഗിവൺ ഗ്രൂപ്പ് അബിലിയൻ തന്നെയാണെങ്കിൽ ഈ സെറ്റ് ആരായിട്ട് മാറും? ഗിവൺ ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെ ആയിട്ട് മാറും. ഗിവൺ ഗ്രൂപ്പ് അബിലിയൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രോപ്പർ സെറ്റ് ഓഫ് ജി ആയിട്ട് മാറും. നമ്മളിപ്പോ ഈ ഡിഫൈൻ ചെയ്ത സെറ്റ്, അതിനെ നമ്മൾ സം എച്ച് എന്ന് വിളിച്ചു. ഓക്കെ, സോ നമ്മൾ ഡിഫൈൻ ചെയ്തത് എച്ച് എന്നുള്ളൊരു ഗ്രൂപ്പ്, എച്ച് എന്നുള്ളൊരു സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് എ ഈക്വൽ ടു എ എക്സ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ദെൻ ദിസ് സെറ്റ് മസ്റ്റ് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ജി എബിലിയൻ ആണെങ്കിൽ ഈ സെറ്റ് ജി എൻ ആയിട്ട് മാറും. ജി എബിലിയൻ അല്ലെങ്കിൽ ഇയാൾ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് മാറും. ആ പ്രോപ്പർ സബ്സെറ്റ് എച്ചിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. Therefore, the defined set H is a subgroup of G which is abelian. നമ്മൾ എബിലിയൻ ആവുന്ന രൂപത്തിലാണ്, അതായത് ഈ ഒരു സെറ്റിലുള്ള എല്ലാവരും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എക്സ് എന്നുള്ളത് ജിയിലുള്ള എല്ലാവരായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന എക്സുകളാണ് ഇവിടെ ചൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ ചൂസ് ചെയ്യുന്ന ഓരോ എക്സ് വൺ ഇയാൾ ഉണ്ടെങ്കിൽ എക്സ് ടു ജിയിലുണ്ട്. എക്സ് വൺ എക്സ് ടുനായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, എക്സ് ടു എക്സ് വണ്ണിനായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. മീൻസ് ഈ എച്ച് എന്നുള്ള സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യും. Therefore, this is a subgroup of G. Moreover, this will be an abelian subgroup of G, and this subgroup is denoted by Z of G, the center of the group G. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തത് സബ് ഗ്രൂപ്പ് എന്നുള്ള റിലേഷൻ വെച്ചിട്ട് ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിൽ കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ എടുത്താൽ ആ എലമെന്റ്സിന്റെ കളക്ഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പ് ഗിവൺ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. മോറോവർ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് അയാൾ അബിലിയൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ് ദ സെന്റർ ഓഫ് ദി ഗ്രൂപ്പ് ജി. അപ്പോൾ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു പുതിയ സബ് ഗ്രൂപ്പ് ആണ് ഡിഫൈൻ ചെയ്തത്. അബിലിയൻ സബ് ഗ്രൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഡിഫൈൻ ചെയ്തത്. ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിൽ പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പ് ഗിവൺ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിനെ നമ്മൾ ദ സെന്റർ ഓഫ് ദ ഗ്രൂപ്പ് ജി എന്ന് വിളിച്ചു. Therefore, we define the new concept, the abelian subgroups. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അത്തരം ഗ്രൂപ്പ്സുകളൊക്കെ നമുക്ക് അബിലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ അബിലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കാം. അബിലിയൻ സബ് ഗ്രൂപ്പ്സ് ആൻഡ് അബിലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിന് കമ്മ്യൂട്ടേറ്റീവ് ആക്സിയം ഹോൾഡ് ചെയ്യുന്ന രൂപത്തിൽ, പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു കളക്ഷൻ ഫോം ചെയ്യാൻ പറ്റും. ആ കളക്ഷൻ ഒരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ അബിലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു ഗ്രൂപ്പ് തന്നെ അബിലിയൻ ആണെങ്കിൽ അത്തരം ഗ്രൂപ്പ്സുകളൊക്കെ നമ്മൾ അബിലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആ കളക്ഷനെ നമ്മൾ അബിലിയൻ സബ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. ഏതൊരു ഗ്രൂപ്പിന് അസോസിയേറ്റ് ആയിട്ടും ഒരു അബിലിയൻ സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആണ്. അയാളെ നമ്മൾ സെന്റർ ഓഫ് ജി എന്നുള്ള രൂപത്തിൽ, സെന്റർ ഓഫ് ജി ഇസ് എ അബിലിയൻ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നുള്ള രൂപത്തിൽ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകളൊന്ന് നോക്കാം. If A star B equal to B star A for all A comma B belongs to G, then G is called an abelian group. Abelian ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ആണ്. കമ്മ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ
ഒരു ഗ്രൂപ്പിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അബിലിയൻ സബ് ഗ്രൂപ്പ് ആണ് ഡിഫൈൻ ചെയ്തത്. ദ സെന്റർ ഓഫ് എ ഗ്രൂപ്പ് G, it is denoted by Z of G. The center of a group G is the set of elements of G that commute with every element of G. G എന്നുള്ള ഒരു സെറ്റ് തന്നു, ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സബ് ഗ്രൂപ്പ് സെറ്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് Z of G is equal to set of all A belongs to G, AX equal to XA for every X belongs to G. ഞാൻ നേരത്തെ ഡിനോട്ട് ചെയ്തപ്പോൾ X belongs to G, XA equal to AX for every A belongs to G എന്നാണ് ജസ്റ്റ് നൊട്ടേഷനിൽ മാറ്റം എഴുതിയെന്നേ ഉള്ളൂ. ജിയിലുള്ള എല്ലാ എലമെന്റ്സിനായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എകളുടെ കളക്ഷൻ എടുത്തു, അയാളാണ് നമ്മൾ Z of G എന്ന് വിളിച്ചത്. Z of G എന്നുള്ളത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. മോറോവർ ആൻഡ് അബിലിയൻ സബ് ഗ്രൂപ്പ് ഓഫ് G, ജിയുടെ ഒരു അബിലിയൻ സബ് ഗ്രൂപ്പ് കൂടെ ആയിരിക്കും. ഓക്കെ, നമ്മൾ അബിലിയൻ ഗ്രൂപ്പിനെ പറ്റിയിട്ടും സബ് ഗ്രൂപ്പുകളെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് റിസൾട്ട് പറയുന്നത് ലെറ്റ് G be a group and A square is equal to E for all A belongs to G, then G is abelian. ഒരു ഗ്രൂപ്പിൽ എല്ലാ എലമെന്റ്സിന്റെയും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഐഡന്റിറ്റി വരികയാണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെ നമ്മൾ അബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് റിസൾട്ട് പറയുന്നത്. എ സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എ എന്നുള്ള എലമെന്റിന്റെ ഇൻവേഴ്സ് ആര് തന്നെയാണ്? എ തന്നെയാണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ മീൻസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഈസ് എ. And A square is equal to E for all A belongs to G means എല്ലാ എലമെന്റ്സിന്റെയും ഇൻവേഴ്സ് അയാൾ തന്നെയാണ്. ദാറ്റ് മീൻസ് എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് നമുക്ക് തരുന്നത് ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഈ റിസൾട്ട് തരുന്നത്. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി ഈക്വൽ ടു ബി എ എന്ന് എടുക്കണം. ഫോർ ഓൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഈക്വൽ ടു ബി എ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി ആണ്. എയും ബിയും ജിയിൽ ചൂസ് ചെയ്താൽ എയും ബിയും നമ്മൾ ജിന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ ഇ ആയിരിക്കും, ബി സ്ക്വയർ ഇ ആയിരിക്കും. എ സ്ക്വയർ ഇ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇ മീൻസ് എ ഇൻവേഴ്സ് എ ആണ്, ബി ഇൻവേഴ്സ് ബി ആണ്. ഇനി നമുക്ക് എ ബി ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യണം. എ ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? എ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വരും. ദിസ് വിൽ ഇംപ്ലൈസ് എ ബി ദ ഹോൾ സ്ക്വയർ. എയും ബിയും ജിയിലുണ്ടെങ്കിൽ എ ബി എവിടെ ഉണ്ടാവും? ജിയിലുണ്ടാവും. കാരണം ജി ഗ്രൂപ്പാണ്. എ ബി ജിയിലുണ്ട്. എ ബി ജിയിലുണ്ടെങ്കിൽ എ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വരും. ദിസ് വിൽ ഇംപ്ലൈസ് എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു ബി ഇ വരും. നമ്മൾ റൈറ്റിൽ ബിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ ഇന്ന് കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താം. ഈക്വൽ ടു ഇ വരും. നമ്മൾ റൈറ്റിൽ ബി ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബി ഇൻവേഴ്സ് വരും. ലെഫ്റ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എ ഇൻവേഴ്സ് വരും. എ ഇൻവേഴ്സും എയും ഇ ആയിട്ട് പോകും. ബാക്കി ഇവിടെ ബി എ ഉണ്ടാവും. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇ ആയിട്ട് പോകും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബി എ റീപ്ലേസ് ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ആണുള്ളത്. എ ഇൻവേഴ്സ് ആർക്ക് ഈക്വൽ ആണ്? എക്ക് ഈക്വൽ ആണ്. ബി ഇൻവേഴ്സ് ബിക്ക് ഈക്വൽ ആണ്. എ ബി എന്നുള്ളതിന് ഈക്വൽ ആയിട്ട് മാറും. Therefore ബി എ ഈക്വൽ ടു എ ബി ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി. ഹെൻസ് ദ ഗ്രൂപ്പ് ജി ഈസ് അബിലിയൻ. അപ്പൊ ഏതൊരു ഗ്രൂപ്പിലും എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് ഗിവ് ചെയ്യുന്നത്. റിസൾട്ട് പറയുന്നത് ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ for all a comma b belongs to G, then the group G is abelian. ഒരു ഗ്രൂപ്പ് ഗിവൺ ആണ് ജി എന്നുള്ള. എ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണ് ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എ ബി.
എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ബി ഇൻറ്റു ബി. റൈറ്റിൽ ബീനെ ക്യാൻസൽ ചെയ്തു, ലെഫ്റ്റിൽ എനെയും ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബി എ വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എയും വരും. എയും ബിയും ആർബിട്രറി ആയിട്ട് ജിന്ന് ചൂസ് ചെയ്തതാണെന്ന് എടുക്കാം. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ജി, ദെൻ എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. ദാറ്റ് വിൽ ഇംപ്ലൈസ് ബി എ ഈക്വൽ ടു എ ബി ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി. ഫോർ ദ ഗ്രൂപ്പ് ജി ഈസ് അബിലിയൻ. ഒരു ഗ്രൂപ്പ് അബിലിയൻ ആവാനുള്ള മറ്റൊരു കണ്ടീഷനാണ് ഈ ഒരു റിസൾട്ട് തരുന്നത്. എ ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണെങ്കിൽ, ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കുന്നു. തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ള റിസൾട്ട് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് റിസൾട്ടിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് ബി ക്യൂബ് and a b the whole power 5 is equal to a power 5 b power 5 for every a comma b belongs to G, then the group G is abelian. a b the whole cube a cube b cube നും അതേപോലെ a b the whole power 5 a power 5 b power 5 a 5 തവണ ഓപ്പറേറ്റ് ചെയ്ത് b 5 തവണ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത റിസൾട്ട് എ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണെങ്കിൽ തന്നെ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എ ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് ബി ക്യൂബ് ആയതുകൊണ്ട് ഗ്രൂപ്പ് എന്താവണമെന്നില്ല, അബിലിയൻ ആവണമെന്നില്ല. അതിനോട് കൂടെ എ ബി ദ പവർ 5 ഈസ് ഈക്വൽ ടു എ പവർ 5 ഇൻറ്റു ബി പവർ 5, ഈ രണ്ട് കണ്ടീഷൻസും എ ബി 5 തവണ ഓപ്പറേറ്റ് ചെയ്യുന്നതും എ 5 തവണ ഓപ്പറേറ്റ് ചെയ്ത് ബി 5 തവണ ഓപ്പറേറ്റ് ചെയ്ത് എന്നതും ഈക്വൽ ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും. അതായത് പവേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ റിസൾട്ട് പറയാൻ പറ്റില്ല. എക്സ്ട്രാ ഒരു കണ്ടീഷൻ ക്യൂബ് വരുന്ന സമയത്ത് ഇത് മാത്രം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ എ ബി പവർ 5 ഈസ് ഈക്വൽ ടു എ പവർ 5 ഇൻറ്റു ബി പവർ 5 ആണെന്ന് കരുതിയിട്ടും ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടും കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് എ ബി ദ ഹോൾ സ്ക്വയറിന്റെ സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ തന്നെ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് പറയാം. വി ആർ ഗിവൺ എ ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് ബി ക്യൂബ് ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ എ ബി ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ബി എ ബി എ ബി. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് എ ബി 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 എന്ന് എഴുതാം. ഇനി നമുക്ക് റൈറ്റിൽ ബിനെ ക്യാൻസൽ ചെയ്യാം, ലെഫ്റ്റിൽ എനെ ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് താഴോട്ട് എടുത്ത് എഴുതിയാൽ ബി എ ഈക്വൽ ടു എ ബി ബി എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എ ബി ഹോൾ പവർ 5 ഈസ് ഈക്വൽ ടു എ പവർ 5 ഇൻറ്റു ബി പവർ 5 ആണെന്നറിയാം. അതൊന്ന് എക്സ്പാൻഡ് എഴുതുന്ന സമയത്ത് എ ബി എ ബി എ ബി 1 2 3 4 5 ടൈംസ് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ 5 ടൈംസ് ബി 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 5 ടൈംസ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആരൊക്കെ ക്യാൻസലേഷൻ പോസിബിൾ ആണെന്ന് നോക്കാം. റൈറ്റിൽ ബിനെ ക്യാൻസൽ ചെയ്യാം, അതേപോലെ ലെഫ്റ്റിൽ എനെയും ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ ബി എ എന്നുള്ള ഒരാളുണ്ട്. ഫസ്റ്റത്തെ ആക്സിയം വെച്ചിട്ട് ബി എനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, എ ബി ബി വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിനൊന്ന് എടുത്ത് എഴുതുന്ന സമയത്ത് എന്ത് വരും, എ ബി ബി. ഫസ്റ്റ് ബി എനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. ഇനി നമ്മളെ കയ്യിൽ അതേപോലെ എ ബി അത് അതുപോലെ എഴുതാം. എന്നിട്ട് പിന്നീട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ബി എനെ എഴുതി, ഇനി ബി എനെ അതിൽ നമ്മൾ എ ബി ബി എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മളെ കയ്യിൽ ഒരു എ ക്യാൻസൽ ചെയ്തു, ബാക്കി 4 എ ഉണ്ട്, 4 ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് റൈറ്റിൽ ബീനെ ക്യാൻസൽ ചെയ്തു, ലെഫ്റ്റിൽ എനെ ക്യാൻസൽ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തത് എ ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് ബി ക്യൂബ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബി എ ഈക്വൽ ടു ബി എ ഈക്വൽ ടു എ ബി ബി എന്ന് ഒബ്സർവ് ചെയ്തു. ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തത് പ്രകാരം നമുക്ക് ഈ ഒരു ഈക്വാലിറ്റി കിട്ടി. ഈ ഒരു ഈക്വാലിറ്റി നമുക്ക് ലെഫ്റ്റിൽ എനെ ക്യാൻസൽ ചെയ്താം. എനെ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത്തെ എനെയും ലെഫ്റ്റിൽ ക്യാൻസൽ ചെയ്യാം. റൈറ്റിൽ നമുക്ക് ബീനെ ക്യാൻസൽ ചെയ്യാം. 2 ബീനെ ക്യാൻസൽ ചെയ്തു. ഇനി നമ്മളെ കയ്യിലുള്ളത് ബി ബി എ ഈക്വൽ ടു എ ബി ബി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ എ ബി ബിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ബി എ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ബി ബി എ ബി ബിനെ നമുക്ക് ബി എ വെച്ച് റീപ്ലേസ് ചെയ്തു. റൈറ്റിൽ എനെ ക്യാൻസൽ ചെയ്തു, ലെഫ്റ്റിൽ ബീനെ ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫൈനലി ബി എന്നും വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫൈനലി എ ബി എന്നും വരും. Therefore, BA equal to AB for every A comma B belongs to G if AB the whole cube equal to A cube B cube and AB the power 5 equal to A power 5 into B power 5. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അത്തരം ഗ്രൂപ്പ്സുകളും അബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകൾ അബിലിയൻ ഗ്രൂപ്പ് ആവാനുള്ള ചില റിസൾട്ടുകളാണ് പറഞ്ഞത്. ലാസ്റ്റ് ഒറ്റ സെക്കൻഡ്, അബിലിയൻ ഗ്രൂപ്പ്സ് ആവാനുള്ള ചില റിസൾട്ടുകളാണ്. നെക്സ്റ്റ് റിസൾട്ട് നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എ ബി ദ ഹോൾ പവർ എം ഈസ് ഈക്വൽ ടു എ പവർ എം ഇൻറ്റു ബി പവർ എം ഹോൾസ് ഫോർ 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എം, ദെൻ ദ ഗ്രൂപ്പ് ജി ഈസ് അബിലിയൻ. ഗ്രൂപ്പ് അബിലിയൻ ആവാനുള്ള റിസൾട്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി എ ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആവുന്ന സമയത്ത് ഗ്രൂപ്പ് അബിലിയൻ എന്ന് പറഞ്ഞു. എ ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ പവർ 5 ഇൻറ്റു ബി പവർ 5 ആവുന്ന രൂപത്തിൽ അപ്പോഴും ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് പറഞ്ഞു. 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിന് ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്യുകയാണ് ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി, ദെൻ ദ ഗ്രൂപ്പ് മസ്റ്റ് ബി അബിലിയൻ എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട്. റിസൾട്ടിന്റെ പ്രൂഫ് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എം ജനറൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. എം ഇൻഡക്ഷൻ വെക്കണില്ല, എം +1 എം +2 3 ഇൻറ്റിജേഴ്സ് വെച്ചിട്ട് 3 ആൾക്കാർക്കും എക്സ്പാൻഡ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് തന്നെയാണ് റിസൾട്ട് പറയുന്നത്. പെർട്ടിക്കുലർലി എം ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ചൂസ് ചെയ്യുക, എം ഈക്വൽ ടു കെ ആവുന്ന സമയത്ത് അസ്യൂം ചെയ്യുന്ന സമയത്ത് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ഷൻ വെച്ചിട്ട് അതിന്റെ റിസൾട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത റിസൾട്ടുകൾ പോലെ തന്നെയാണ് അതിന്റെ റിസൾട്ട്. ഇൻഡക്ഷൻ ഒരു റിസൾട്ട് പറയാം. 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിന് എ ബി ദ പവർ എം ഇൻറ്റു ബി പവർ എം ആണെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. നെക്സ്റ്റ് റിസൾട്ട്, ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ജി ഈസ് ഗ്രൂപ്പ് തന്നു, ആ ഗ്രൂപ്പ് അബിലിയൻ ആണെന്നുണ്ടെങ്കിൽ എ ബി ദ പവർ എം ഈസ് ഈക്വൽ ടു എ പവർ എം ഇൻറ്റു ബി പവർ എം ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. എ ബി ഹോൾ പവർ എം ഈസ് ഈക്വൽ ടു എ പവർ എം ഇൻറ്റു ബി പവർ എം. നേരത്തെ ഇതൊക്കെ എ ബി ഹോൾ പവർ എ പവർ എം ഇൻറ്റു ബി പവർ എം കോൺസെപ്റ്റ്, അതേപോലെ ക്യൂബിനും 5നും അതേപോലെ സ്ക്വയർ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്ന് പറഞ്ഞു. തിരിച്ചുള്ള റിസൾട്ട് ആണ് എ ബി ദ പവർ ഗ്രൂപ്പ് അബിലിയൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. ഗ്രൂപ്പ് അബിലിയൻ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, എ ബി ദ ഹോൾ പവർ എം എ ബി എം ടൈംസ് ചെയ്താം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് അബിലിയൻ ആയതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കമ്മ്യൂട്ടേറ്റീവ് അപ്ലൈ ചെയ്തിട്ട് എ ബിനെ നമുക്ക് തിരിച്ചിട്ട് ബി എന്ന് എഴുതാം. അങ്ങനെ ബികളൊക്കെ ലെഫ്റ്റിലേക്കും വരുന്നത് വരെ ഇങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ദാറ്റ് മീൻസ് എ പവർ എം ഇൻറ്റു ബി പവർ എം എന്നുള്ളൊരു റിസൾട്ടിലേക്ക് വരും.
അപ്പോൾ അത്രയും റിസൾട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ചെയ്ത കോൺസെപ്റ്റുകളുമായിട്ട് പറയാനുള്ളത്. അബിലിയൻ ഗ്രൂപ്പ് ആവാനുള്ള കുറച്ച് റിസൾട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് G be a group with exactly 4 elements. Prove that the group G is abelian. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗ്രൂപ്പ് എക്സാക്ട്ലി 4 എലമെന്റ്സ് ആണ്, പ്രൂവ് ദാറ്റ് ദ ഗ്രൂപ്പ് G is abelian എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. G ആണ് നമ്മളെ ഗ്രൂപ്പ് എന്ന് എടുക്കുക. നമുക്ക് ആൻസർ ചെയ്യാം. ലെറ്റ് G be our ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ് G ആണെന്ന് കൺസിഡർ ചെയ്തു. 4 ആൾക്കാരാണ് അതിലുള്ളതെന്ന് നമുക്കറിയാം. എന്തായാലും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൽ ഈ എന്തായാലും ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരാൾ ഈ അല്ലാത്ത അടുത്ത ആൾ എടുക്കണം. അപ്പൊ നമ്മൾ വേറൊരു എ ചൂസ് ചെയ്തു, എ നോട്ട് ഈക്വൽ ടു ഇ. G ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇ ഉണ്ടായി, ഇനി വേറൊരാൾ എടുത്തു എ. ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഇവര് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ G ഗ്രൂപ്പ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് എന്നുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഇയും എയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ, ഇ എന്ന് ഓപ്പറേറ്റ് ചെയ്താൽ എ തന്നെയാണ്. അപ്പൊ ഇയും എയും ഇ എകളും എ ഇകളും, ദാറ്റ് മീൻസ് ഇയും എയും അതിലുണ്ടായി. ഇനി എ ഉണ്ടെങ്കിൽ എന്റെ ഇൻവേഴ്സ് വേണം. എ അല്ലാത്ത മറ്റൊരു എലമെന്റ് നമ്മൾ ബി ചൂസ് ചെയ്തു, ബി നോട്ട് ഈക്വൽ ടു ഇ. നമുക്ക് 4 ആളുള്ളത്, അപ്പൊ 4 ആളെത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ചൂസ് ചെയ്തു, ബി. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്? ഇ, എ, ബി. ഗ്രൂപ്പ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവര് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ ആരൊക്കെ ഗ്രൂപ്പിൽ വേണം. ഇ, എ, ബി. എയും ബിയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ എ ബി കിട്ടും. ബിയും എയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ ബി എ കിട്ടും. ഗ്രൂപ്പ് ഓപ്പറേഷൻ ടേബിൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ഇ എ ബി വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇ എ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എ വരും, ഇ ബി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബി വരും. അതേപോലെ എ ഇ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എ, ബി ഇ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബി, എ ബി ചെയ്യുന്ന സമയത്ത് എ ബിയും ബി എ ചെയ്യുന്ന സമയത്ത് ബി എയും വരും. ഒരു ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി, എ ബി ഈക്വൽ ടു ബി എ എന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ ഗിവൺ ഗ്രൂപ്പിൽ ടോട്ടലി 4 ആളെ ഉള്ളൂ. ഇ എയും ബിയും ഡിഫറെന്റ് ആണ്. എ നോട്ട് ഈക്വൽ ടു ബി ആയിട്ട് ചൂസ് ചെയ്തു. ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി, എയും ബിയും 2 ആൾക്കാരെടുത്തു. എ ബി ഉണ്ട്, ബി എയും ഗ്രൂപ്പിലുമാണ്. 4 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സേ ഉള്ളൂ. എ ഡിസ്റ്റിങ്ക്റ്റ്, ബി ഡിസ്റ്റിങ്ക്റ്റ്, ഇ ഡിസ്റ്റിങ്ക്റ്റ്. ഇവിടെ ഓൾറെഡി 3 ആളായി. പിന്നെ 4 ആളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഈ 2 ആൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ എയും ബിയും നോൺ ഐഡന്റിറ്റി ആയിട്ട് 2 ആൾക്കാരെ ചൂസ് ചെയ്താൽ എ ബി ഈക്വൽ ടു ബി എ ആവണം. ഹെൻസ് ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി, എ ബി ഈക്വൽ ടു ബി എ. ഹെൻസ് ദ ഗ്രൂപ്പ് ഈസ് അബിലിയൻ. മറ്റൊരു രൂപത്തിൽ അതേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ, ഗിവൺ ഗ്രൂപ്പിന്റെ ഓർഡർ 4, ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഗ്രൂപ്പിൽ ഒരു എലമെന്റ് എടുത്താൽ എലമെന്റിന്റെ ഓർഡർ ഓഫ് എ, എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം ബൈ ലഗ്രാഞ്ചസ് തിയറം. ലഗ്രാഞ്ചസ് തിയറം വെച്ചിട്ട് ഏതൊരു എലമെന്റും ഒരു സബ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യും. ആ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. Therefore ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് 4. ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണ്. ഓർഡർ ഓഫ് എ 4നെ ഡിവൈഡ് ചെയ്യണം. ഓർഡർ ഓഫ് എ 4നെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 4നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 1 ആവാം, 2 ആവാം, 4 ആവാം. എ ബിലോങ്സ് ടു ജി എടുത്തു. ഓർഡർ ഓഫ് എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്. എ ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് എടുക്കുക, അല്ലെങ്കിൽ ഐഡന്റിറ്റി ആയിക്കോട്ടെ, നോൺ ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഓർഡർ ഓഫ് എ 4 ആണെങ്കിൽ ഓർഡർ ഓഫ് എ 4 മീൻസ്
there exists an A belongs to G such that order of A equal to 4, which is the order of the group. Hence, A belongs to G is the generator of the group. Given ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ് ഈ എ എന്നുള്ള ആള്. ഇനി ഓർഡർ ഓഫ് എ 4 അല്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എ 2 ആവാം. Order of A equal to 2. That means for any A belongs to G, order of A equal to 2. That means for any A belongs to G, A square equal to E. ഏതൊരു എലമെന്റ് എടുത്താലും എ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. എ ഇ ആണെങ്കിലും ഇ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. അപ്പൊ നോൺ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് എല്ലാ എലമെന്റ്സിനും ഇ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓൾ എലമെന്റ്സ് ആർ self-invertible, which implies if a group having all elements are self-invertible, then the group G is abelian. അപ്പോൾ ഒരു എലമെന്റിന്റെ ഓർഡർ 2 ആവാം, 4 ആവാം, 1 ആവാം. 4 ആണെങ്കിൽ സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ ഗ്രൂപ്പ് ജനറേറ്റർ ഉണ്ട് എന്ന് പറയാം. സൈക്ലിക് ആണ്, ഗ്രൂപ്പ് എബിലിയൻ ആണ്. ഇനി 4 അല്ല ഒരു എലമെന്റിന്റെ ഓർഡറും എല്ലാ എലമെന്റ്സിന്റെ ഓർഡറും 2 ആണെങ്കിൽ എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. ആ കേസിലും ഗ്രൂപ്പ് എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ കേസിലും ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു 4 ആണെങ്കിൽ എ സൈക്ലിക് ആയിരിക്കും, ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും. ഇനി ഓർഡർ ഓഫ് എ 4 അല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് എ 2 ആകാനേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എല്ലാ എലമെന്റ്സും സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെ നമുക്കൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് എക്സാമ്പിൾസിലൂടെ പറയാം. നമുക്ക് ഫെമിലിയർ ആയിട്ട് 4 ഓർഡറിൽ നോൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഒന്ന് Z4, രണ്ടാമത്തത് ക്ലെയിൻ 4. ക്ലെയിൻ 4നെ നമ്മൾ Z2 ക്രോസ് Z2 എന്ന് എഴുതും. ക്ലെയിൻ 4 ഗ്രൂപ്പിന് നമ്മൾ V ഈക്വൽ ടു EA BC എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടേബിൾ വരക്കാറെങ്കിലും അതും Z2 ക്രോസ് Z2 ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടാണ് ഇയാൾ പറയുന്നത്. ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനും അതുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. Z4 ഉണ്ട്, Z2 ക്രോസ് Z2 ഉണ്ട്. ആദ്യം പറഞ്ഞ കേസ്, അതായത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു 4 ആണെന്ന് പറഞ്ഞ ഒരു ജനറേറ്റർ ഉണ്ട്, ഗ്രൂപ്പ് സൈക്ലിക് ആണ്. ആ കേസ് Z4 ആണ് വരിക. ദാറ്റ് മീൻസ് ദ ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z4 വരും. ഇനി രണ്ടാമത്തെ കേസ്, എല്ലാ എലമെന്റിന്റെ ഓർഡറും 2 ആണ്. എല്ലാ നോൺ ഐഡന്റിറ്റി എലമെന്റിന്റെ ഓർഡറും 2 ആവുന്ന നമ്മൾ ക്ലെയിൻ 4 ഗ്രൂപ്പ് ആയിട്ടുള്ള Z2 ക്രോസ് Z2 ഡിഫൈൻ ചെയ്യുന്നത്. ആ കേസിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഗ്രൂപ്പ് Z2 ക്രോസ് Z2നോടും ഐസോമോർഫിക് ആയിട്ട് മാറും. Therefore, in a order of 4, ഗ്രൂപ്പിന്റെ ഓർഡർ 4 ആണെങ്കിൽ ആകെ 2 ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ അപ് ടു ഐസോമോർഫിസം. ഒന്ന് Z4, മറ്റൊന്ന് Z2 ക്രോസ് Z2. ഡീറ്റെയിൽഡ് ആയിട്ട് ഐസോമോർഫിസം അതേപോലെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഒരു റിസൾട്ട് ആയിട്ട് പറയാണ്. ഓർഡർ ഓഫ് G ഈക്വൽ ടു 4 ആണ്. 4നെ നമ്മൾ 2 സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇതിന് വേറൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിസൾട്ട് പറയാണ്. ഈ 2 എന്നുള്ള നമ്പറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, വിച്ച് ഈസ് പ്രൈം. P സ്ക്വയർ where P is a prime. Order of G is equal to P square ആണ്. P പ്രൈം ആണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളൊക്കെ അബിലിയൻ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റിസൾട്ടുകളാണ്. ഓർഡർ ഓഫ് G is equal to P square ആണ്. P പ്രൈം ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും. ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പ്രൂവ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ് നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഗ്രൂപ്പ് തിയറി മൊത്തം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു റിസൾട്ട് പറഞ്ഞാൽ മതി. ഓർഡർ ഓഫ് G is equal to P square where P is a prime. Order of G is equal to 4 where 4 is equal to 2 square. 2 is a prime. Hence the group must be abelian. എല്ലാ P square ഓർഡറിലുള്ള ഗ്രൂപ്പും അബിലിയൻ ആയിരിക്കും. ഇനി മറ്റൊരു റിസൾട്ടും കൂടി പറയാം. P square ഓർഡറിലുള്ള എല്ലാ ഗ്രൂപ്പും അബിലിയൻ ആയിരിക്കും. അപ് ടു ഐസോമോർഫിസം 2 ഗ്രൂപ്പുകളാണ് എക്സിസ്റ്റ് ചെയ്യുക.
ഒന്ന് സൈക്ലിക് ആയിരിക്കും, ഒന്ന് നോൺ സൈക്ലിക് ആയിരിക്കും. ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് നമ്മൾ ഫസ്റ്റ് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നോൺ സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ്. അപ്പോൾ പി സ്ക്വയർ ഓർഡറിൽ ഒരു ഗ്രൂപ്പ് തന്നാൽ ഒന്ന് സൈക്ലിക് ആയിരിക്കും, ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു സെഡ് പി സ്ക്വയർ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ സൈക്ലിക് ബട്ട് എബിലിയൻ വിച്ച് ഈസ് ഐസോമോർഫിക് ടു സെഡ് പി ക്രോസ് സെഡ് പി. അപ്പോൾ പി സ്ക്വയർ ഓർഡറിലുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പി സ്ക്വയർ ഓർഡറിലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് എബിലിയൻ ആയിരിക്കും, കൂടാതെ രണ്ട് ഗ്രൂപ്പുകളെ അപ് ടു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒന്ന് സൈക്ലിക് ആയിരിക്കും, ഒന്ന് നോൺ സൈക്ലിക് ആയിരിക്കും. ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന റിസൾട്ടുകളാണ്. ഗ്രൂപ്പ് തിയറി അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടേ നമുക്ക് ഈ റിസൾട്ടുകൾ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ഞാൻ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്തേ ഉള്ളൂ. Let x and y be the elements in a group G such that x into y belongs to Z of G. Prove that xy equal to yx. രണ്ട് എലമെന്റ്സ് എടുത്തു, അത് ഓപ്പറേറ്റ് ചെയ്താൽ സെൻട്രൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എക്സ് വൈ വൈ എക്സിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് എക്സ് വൈ സെന്റർ ഓഫ് ജിയിലുണ്ട് വെനെവർ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ജി. പ്രൂവ് ചെയ്യേണ്ടത് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു പ്രൂവ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്, it is enough to prove xy x inverse y inverse equal to e. xy x inverse y inverse e ആണെങ്കിൽ y-നെ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ y വരും, പിന്നെ x ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ yx വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ xy x inverse y inverse e ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, xy equal to yx ആണെന്ന് പറയുന്നതിന് പകരം. സോ നമ്മൾ എക്സ് വൈ എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക. എക്സ് വൈ എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സും വൈയും ജിയിലുള്ള എലമെന്റ്സ് ആണ്. ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് എക്സ് ഇൻവേഴ്സും വൈ ഇൻവേഴ്സും ജിയിലുണ്ടാകും ചെയ്യും. എക്സും വൈയും ജിയിലാണ്, അങ്ങനെയാണെങ്കിൽ ജി ഗ്രൂപ്പ് ആയത് പ്രകാരം എക്സ് ഇൻവേഴ്സ് ജിയിലുണ്ടാവും, വൈ ഇൻവേഴ്സ് ജിയിലുണ്ടാവും. എക്സ് വൈ സെന്റർ ഓഫ് ജിയിലുള്ള ആളാണെന്ന് പറഞ്ഞും ചെയ്തിരിക്കണം. എക്സ് വൈ സെന്റർ ഓഫ് ജിയിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ എക്സ് വൈ ജിയിലുള്ള എല്ലാവരായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. എക്സ് വൈ ജിയിലുള്ള എല്ലാവരായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു എക്സ് വൈ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ എടുക്കുന്ന സമയത്ത് എക്സ് ഇൻവേഴ്സ് ജിയിലുണ്ട്, therefore എക്സ് വൈ എക്സ് ഇൻവേഴ്സിനായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, എക്സ് വൈ വൈ ഇൻവേഴ്സിനായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. എക്സ് ഇൻവേഴ്സ് ജിയിലുണ്ട്, എക്സ് വൈ എക്സ് ഇൻവേഴ്സിനായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, കാരണം എക്സ് വൈ ജിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാൾക്കാരെ തമ്മിൽ എക്സ് വൈനെയും എക്സ് ഇൻവേഴ്സിനെയും തമ്മിൽ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് ഫസ്റ്റും എക്സ് വൈ സെക്കൻഡും എഴുതാം. എക്സ് വൈ വൈ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്, വൈ ഇൻറ്റു വൈ ഇൻവേഴ്സ് ഐഡന്റിറ്റി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. സോ വി ഹാവ് xy x inverse y inverse is equal to e. xy y inverse x inverse y inverse e ആണെന്ന് പറഞ്ഞാൽ that will implies ആദ്യം y കൊണ്ട് റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ x കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അതുകൊണ്ട് xy equal to yx എന്ന് കിട്ടും. ഇനി ഇതേ സാധനം തന്നെ പല രൂപത്തിലും നമുക്ക് പറയാം. എല്ലാം ഇത് തന്നെയാണ്, ഈ സാധനം സെന്റർ ഓഫ് ജിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ അറിയുന്നത്, ജസ്റ്റ് വേറൊരു രൂപത്തിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് എന്നാണ്. എക്സ് വൈ സെന്റർ ഓഫ് ജിയിലുള്ള ആളാണെന്ന് തന്നും ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എക്സ് വൈ ജിയിലുള്ള എല്ലാവരായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. നമ്മൾ എക്സ് വൈന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് വൈ ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതാം. 1 മീൻസ് ദ ഐഡന്റിറ്റി എലമെന്റ്. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് എന്നുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ഇ എന്നുള്ള എലമെന്റിനെ നമ്മൾ 1 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. 1 ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതാം. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതാം. 1ന് നമ്മൾ എക്സ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി.
എക്സ് വൈനെ അതേപോലെ എഴുതി. ഇനി എക്സ് വൈയുടെ പ്രത്യേകത എന്താ? എക്സ് വൈ ജിയിലുള്ള എല്ലാവരായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. എക്സ് വൈ ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി വിൽ ഇംപ്ലൈസ് എക്സ് വൈ കമ്മ്യൂട്ട്സ് വിത്ത് എവരി എലമെന്റ് ഇൻ ജി. എക്സ് എവിടെയുള്ള ആളാണ്? ജിയിലുള്ള ആളാണ്. അതുകൊണ്ട് എക്സ് വൈ എക്സിനായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് എക്സ് വൈ നടുവിൽ എഴുതി. എക്സ് വൈയും എക്സും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ എക്സ് വൈ എക്സ് എന്ന് വരും. എക്സ് ഇൻവേഴ്സ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി ഐഡന്റിറ്റി വരും. ബാക്കി വൈ എക്സ് വരും. സോ വി സ്റ്റാർട്ടഡ് ഫ്രം എക്സ് വൈ ആൻഡ് വി ഹാവ് വൈ എക്സ്. നമ്മളിവിടെ എക്സ് വൈ ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് വൈ എന്നുള്ള രൂപത്തിലാണ് ഡിനോട്ട് ചെയ്തത്. ഇതന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രൂഫും. ഒക്കെ പല രൂപത്തിൽ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് സെന്റർ ഓഫ് ജിയുടെ പ്രോപ്പർട്ടിയാണ്. സെന്റർ ഓഫ് ജി എന്നുള്ളത് ജി എന്നുള്ള എലമെന്റ്സിലെ ജി എന്നുള്ള ഗ്രൂപ്പിലെ എല്ലാ എലമെന്റിനേറ്റും